കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഹണിമൂൺ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിറങ്ങിയതായിരുന്നു കേട്ടോ. ആ സമയത്ത് എനിക്ക് ഒട്ടും വയ്യാത്ത കാരണം അത് ക്യാൻസലായിപ്പോയി. പിന്നെ ആ യാത്ര ഇപ്പോഴാണ് തുടരുന്നത്. അത് എത്ര വർഷങ്ങൾക്ക് ശേഷമാണെന്നറിയോ? നീണ്ട 16 വർഷങ്ങൾക്ക് ശേഷം. പിന്നെ ഒരു പ്രത്യേകത, അന്ന് കുട്ടികളുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുട്ടികളുണ്ട്, 2 മക്കളുമുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഉണ്ണിയേട്ടൻ്റെ സർപ്രൈസിങ് എൻട്രി പോലെ തന്നെയായിരുന്നു ഈ യാത്രയും. ആദ്യം വയനാട് പോവാം, അതല്ലെങ്കിൽ കോഴിക്കോട് പോവാം, അതും അല്ലെങ്കിൽ എവിടേക്ക് വണ്ടി കിട്ടുന്നുവോ അവിടേക്ക് പോവാം എന്നുള്ള പ്ലാനിങ്ങിലൂടെയാണ് ഞങ്ങൾ റെഡി ആയത് തന്നെ. എന്തായാലും പെട്ട് റെഡിയാക്കി വെച്ചോ, നമുക്ക് എവിടേക്ക് വണ്ടി കിട്ടുന്നുവോ അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് തന്നെ കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ട് വന്ന് നോക്കുമ്പോൾ ബസ് മുന്നേ പോയി. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തൃശ്ശൂരിൽ നിന്ന് 10:15 മൈസൂർക്ക് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനടി നേരെ തൃശ്ശൂർക്ക് വെച്ച് പിടിച്ചു. അവിടുന്ന് പിന്നെ ഞങ്ങൾ ട്രെയിനിൽ നമ്മളെ മൈസൂർ വന്നിറങ്ങി. അപ്പോൾ ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ എത്തുന്ന സമയത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റാണ്ട് ആയി. പിന്നെ പരിചയമില്ലാത്ത സ്ഥലമായത് കാരണവും പിന്നെ വണ്ടി സൗകര്യമൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയില്ലല്ലോ. അത് കാരണം ഞങ്ങൾ വണ്ടിയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം നടന്ന് ബുദ്ധിമുട്ടേണ്ടി വന്നൊന്നുമില്ല കേട്ടോ. പിന്നെ മൈസൂർ പാലസും അതുപോലെ ആർട്ട് ഗാലറിയിലും മാത്രമേ പോയുള്ളൂ. വൃന്ദാവൻ ഗാർഡനിൽ പോകാൻ ഞങ്ങൾക്ക് സമയമുണ്ടായില്ല. അപ്പോൾ അത് കാരണം അവിടേക്ക് പോയില്ല. എനിക്കത് ഭയങ്കര വിഷമമായി പോയിട്ടോ. പിന്നെ കാഴ്ചകൾ കാണാൻ ഇഷ്ടമുള്ള ഞാൻ, അതുപോലെ തന്നെ യാത്ര ചെയ്യാനൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ യാത്രയും കാഴ്ചകളൊക്കെ കണ്ടിരുന്നത് നമ്മുടെ പണ്ടത്തെ സഞ്ചാരത്തിലൂടെയും അതുപോലെ സഫാരിയിലൂടെയൊക്കെയാണ് ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ യാത്രാ ഗുരുനാഥനായ സന്തോഷ് ജോർജ് കുളങ്ങര സാറിനെ അനുസ്മരിച്ചുകൊണ്ട് തന്നെ ഇത് എൻ്റെ ക്യാമറയിലൂടെ ഒപ്പിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ചരിത്രങ്ങളെക്കുറിച്ചും അതുപോലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുമുണ്ട്. കാരണം എനിക്ക് ഇപ്പോഴത്തെ കാലത്തിനേക്കാളും ഒന്നും കൂടിയും മൈൻഡ് പവറൊക്കെ കൂടുതലായിട്ട് പഴയ ആൾക്കാർക്കാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ ഓരോ കണ്ടുപിടുത്തങ്ങൾ, അതുപോലെ മനസ്സിൻ്റെ പവറ്, തന്ത്രങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ അവരുടെ സാംസ്കാരിക പരമായിട്ടുള്ള കഴിവുകളും ഒക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും. ഞാനിതുപോലെ ആർട്ട് ഗാലറിയിൽ പോയപ്പോൾ അവിടുന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടുത്തെ ഒന്നും കാണാൻ പറ്റാഞ്ഞത്. പക്ഷേ അവിടെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അവരുപയോഗിച്ചിരുന്ന സാധനങ്ങളുടെയൊക്കെ ഓരോ എന്താ പറയുക, അവരുടെ വസ്തുക്കളൊക്കെ കാണുമ്പോഴേ വളരെയധികം അതിശയം തോന്നിപ്പോവുക. മനുഷ്യരുടെ ഓരോ കഴിവുകളെ, അതേപോലെ തന്നെ ഓരോരോ കണ്ടുപിടുത്തങ്ങളും ഒക്കെ കാണുമ്പോൾ തന്നെ മനുഷ്യൻ്റെ കഴിവുകളെ വളരെയധികം വിസ്മയത്തോടു കൂടെ തന്നെ നമ്മൾ ചിന്തിച്ച് പോകും, അവരുടെ ഓരോ കഴിവുകളും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഊട്ടിക്കാണ് പോയത്. ഊട്ടിക്ക് പോകുമ്പോൾ അതിന് മുൻപ് ഞങ്ങൾക്ക് കാടിനുള്ളിലൂടെ ഒരു ചെറിയൊരു റൈഡ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒരു മലയുടെ മുകളിലേക്ക് ട്രക്കിങ് ഉണ്ടായിരുന്നു. എനിക്ക് ആ ട്രക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമായിരുന്നു. ആകെ കുണ്ടും കുഴിയും ഒക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിലൂടെയുള്ളൊരു യാത്ര എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത്. പിന്നെ ഞങ്ങൾ 4 പേര് മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി പുറത്തേക്ക് നോക്കുമ്പോൾ നല്ലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ആംബിയറായിരുന്നു അവിടെ. പിന്നെ ഈ രാജാവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ കുറേ രാജാക്കന്മാരുടെ ഫോട്ടോസും ഒക്കെ ഉണ്ട്, പക്ഷേ എന്താണോ ഇതിനെ മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇവിടുത്തെ ഈ പെയിൻറ്റിങ്, അതുപോലെ അവിടുത്തെ ആ കൊത്തുപണികളൊക്കെ ഉണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതുപോലത്തെ കൊത്തുപണി നമ്മളെ പത്മനാഭപുരം പാലസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ആദ്യത്തെ ഒരു കാഴ്ചയായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയില്ലേ, ആ ഒരു ഇതിൽ തന്നെയായിരുന്നു എനിക്ക്. ഇനിയും ഇതുപോലെ ഒരുപാട് യാത്രകളൊക്കെ പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം നല്ല രസമല്ലേ യാത്രകളൊക്കെ. പിന്നെ അന്ന് വിചാരിച്ച ആ യാത്ര അതേ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും വരാൻ കഴിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മൈസൂർ സാൻഡൽ സോപ്പ് പൗഡറൊക്കെ ഉണ്ടാക്കുന്ന അവരുടെ ആ ഒരു ഫാക്ടറി ഉണ്ടല്ലോ, അവിടേക്ക് പോകാനൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് ടൈമില്ലാത്ത കാരണം പോകാൻ പറ്റിയില്ലെന്നേ. അതും ഭയങ്കര ഒരു വിഷമായി. എന്നാലും സാരമില്ല, ഇതൊക്കെ കാണാൻ തന്നെ പറ്റിയല്ലോ. ഇനി ഇതുപോലെ ഏതെങ്കിലും കാലത്ത് ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി ഒന്ന് കാണണമെന്നുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന പൗഡർ മൈസൂർ സാൻഡലിൻ്റെയാണ്.
അപ്പോൾ ഉണ്ടെങ്കിൽ ലൈവ് ആയിട്ട് കാണുകയും ചെയ്യാം, മേടിക്കുകയും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് തന്നെയായാലും ഇതെല്ലാം നല്ല ഭംഗിയായി സൂക്ഷിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് കാണാനുള്ളൊരു സൗകര്യം ഇവർ ഒരുക്കി കൊടുത്തതല്ല, അത് തന്നെ മഹാഭാഗ്യം. അപ്പോൾ ഊട്ടിയിലേക്ക് പോകുന്ന വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.